നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ക്യാമറയാണ് ചെയ്തത്, മെമ്മറി കാർഡ് ക്യാമറ. അതിൻ്റെ അവസാനം നമ്മൾ കാണിച്ചിരുന്നു ഒരു ചെറിയ ക്യാമറ, അതാണിത്. ഈ ഒരു ക്യാമറ നമ്മൾ അതിൽ പറഞ്ഞ പോലെ ഇതും മെമ്മറി കാർഡ് യൂസ് ചെയ്യുന്ന ക്യാമറയാണ്. വൈഫൈ സൗകര്യം കൂടെ ഇതിൽ അവൈലബിൾ ആണ്. വൈഫൈ എന്ന് പറയുമ്പോൾ വൈഫൈ ഉണ്ടെങ്കിലും കണക്ട് ചെയ്യാം, ഇല്ലെങ്കിലും കണക്ട് ചെയ്യാം. ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും നമുക്കിത് മൊബൈലിലൂടെ ലൈവ് കാണാൻ പറ്റും. വൈഫൈ ഇല്ലെങ്കിൽ ഇതിനൊരു വൈഫൈ ഡിസ്റ്റൻസ് ഉണ്ട്, ഒരു 10 മീറ്ററൊക്കെ. അതിൽ നമുക്കിത് മൊബൈലിൽ ലൈവ് കാണാൻ പറ്റും. ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ഇതിൽ ബോക്സിൽ ഒരു സ്റ്റാൻഡുണ്ട്, ഡാറ്റ കേബിളുണ്ട്, ഒരു അഡാപ്റ്ററുണ്ട്. ഈ അഡാപ്റ്ററും ഡാറ്റ കേബിൾ നേരിട്ട് കണക്ട് ചെയ്തിട്ടാണ് നമുക്കിത്. അതുപോലെ ഒരു കാറ്റലോഗ് ഉണ്ട്, കുറച്ച് സ്ക്രൂസൊക്കെ ഉണ്ട്. സാധാരണ മൊബൈൽ ചാർജറാണ്. അതുപോലെ ഇതിൽ ഇങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് നേരെ പ്ലഗിന് കണക്ട് ചെയ്താൽ ഇത് വർക്കാവും. ഇതിലൊന്നും പഠിക്കേണ്ടതില്ല. നമ്മൾ നേരത്തെ മറ്റ് ക്യാമറ പറഞ്ഞ പോലെ തന്നെ ഇതിൽ മെമ്മറി കാർഡ് ഇട്ട് കഴിഞ്ഞ് നേരെ കണക്ട് ചെയ്താൽ ഇത് റെക്കോർഡാവും. രാത്രിയും പകലും ഓഡിയോ വീഡിയോ ഇത് റെക്കോർഡായിക്കൊണ്ടിരിക്കും. ഇതാണ് ഇതിൻ്റെ മുകൾ വശം വരുന്നത്. ഇതിപ്പോൾ എവിടെയാണ് കണക്ട് ചെയ്യുക? ഈ കേബിൾ ഏകദേശം ഇതിപ്പോൾ ഒരു 1.5 മീറ്റർ കേബിൾ ഇതിൻ്റെ കൂടെയുണ്ട്. നമുക്ക് എത്ര വേണമെങ്കിലും കേബിൾ നീട്ടാൻ പറ്റും. അപ്പോൾ നമുക്കിത് ഏത് സ്ഥലത്ത് വേണമെങ്കിലും മാറ്റി ഫിറ്റ് ചെയ്യാൻ പറ്റും. സാധാരണ ക്യാമറ ഉള്ള ഷോപ്പിലൊക്കെ കളവ് നടക്കാറുണ്ട്. അപ്പം ആ ക്യാമറ നോക്കിയിട്ടാണ് കളവ് നടത്തുന്നത്, ഈ ക്യാമറയിൽ കാണാതെയും കണ്ടിട്ടോ. അല്ലെങ്കിൽ അപ്പോൾ നോർമലി ആളുകൾ പറയാറുണ്ട് ക്യാമറ ഉണ്ടായിട്ടും കളവ് നടക്കുന്നുണ്ട്, ക്യാഷ് പോകുന്നുണ്ട്, പ്രൊഡക്റ്റുകളൊക്കെ പോകുന്നുണ്ട് എന്ന് പറയാറുണ്ട്. ഇതാണ് ക്യാമറ വരുന്നത്. ഇത്രയേ ഉള്ളൂ, സാധാരണ ഒരു ചെറിയ വട്ടമേ ഉള്ളൂ. നമുക്കിത് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത്, മറ്റുള്ള ക്യാമറയിലൊക്കെ നമ്മൾ നേരത്തെ ചെയ്ത ക്യാമറയിലൊക്കെ നമ്മൾ ഓൺ ചെയ്യുമ്പോൾ അതിലൊരു ലൈറ്റ് തെളിഞ്ഞ് വരും. അതിൻ്റെ ഓൺ ലൈറ്റ്, റെഡ് ലൈറ്റ്, ബ്ലൂ ലൈറ്റ് ഒക്കെ ചെറുതായിട്ട് കാണും. അപ്പോൾ രാത്രിയിലും അത് കാണാൻ ചാൻസ് ഉണ്ട്. ഇതിനത് ലൈറ്റില്ല. അതാണ് ഇതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. അപ്പോൾ ലൈറ്റ് ഇല്ലാത്ത ക്യാമറ ആളുകൾ അന്വേഷിച്ച് നടക്കുന്നതാണ്. അപ്പം രാത്രി സമയങ്ങളിലൊന്നും ഈ ക്യാമറ ഉള്ളത് ഒരിക്കലും കാണാൻ കഴിയില്ല. അപ്പോൾ അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതുപോലെ ഇതിലൊരു സ്പീക്കറുണ്ട്. നമ്മളിത് കണക്ട് ചെയ്യുമ്പോൾ ഇതിൽ നിന്നൊരു അനൗൺസ് വരും. അതെന്താ വെച്ചാൽ വൈഫൈക്ക് വേണ്ടി ഇത് റെഡിയാണ് എന്നുള്ളൊരു അനൗൺസ് ഇതിൽ നിന്ന് വരും. ഇത് കേബിൾ, ഈ കേബിൾ നമുക്ക് നേരെ പവർ ബാങ്കിന് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ പവർ ബാങ്കിലാണ് കണക്ട് ചെയ്തത്. ഇത് വൈഫൈന് റെഡിയാണ് എന്നുള്ളൊരു സൗണ്ട് ഇതിൽ നിന്ന് വരും. ഈ ഒരു സൗണ്ട് നമ്മൾ എപ്പോഴും ഓഫ് ചെയ്ത് ഓൺ ചെയ്യുമ്പോൾ ഈ ഒരു സൗണ്ട് എന്തായാലും ഇതിൽ നിന്ന് വരും. മറ്റുള്ള ക്യാമറ ഉണ്ടെങ്കിലും ഇത് നമുക്ക് കാണാത്ത രീതിയിൽ വെക്കാം. അപ്പം ക്യാമറ ഉള്ള സ്ഥലത്ത് തന്നെ കളവ് ഇഷ്ടംപോലെ നടക്കുന്നുണ്ട്. നമുക്കിത് മൊബൈലിൽ കണക്ട് ചെയ്ത് അതിൻ്റെ വിഷ്വലൊന്ന് നോക്കാം, അതിൻ്റെ ലൈവ് എങ്ങനെയാണ് മൊബൈൽ എടുക്കുന്നതെന്ന് നോക്കാം. അത് സിമ്പിളാണ്. ഇതിൻ്റെ ബാക്കിലൊരു ബാർകോഡ് ഉണ്ട്. ഇത് സ്കാൻ ചെയ്താൽ നേരെ ഇതിലേക്ക് പോകും. പിന്നെ മറ്റുള്ള എങ്ങനെ കണക്ട് ചെയ്യണമെന്നുള്ളതൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമുക്ക് വൈഫൈ ഉണ്ടെങ്കിലും കണക്ട് ചെയ്യാം, ഇല്ലെങ്കിലും കണക്ട് ചെയ്യാം. അതുപോലെ ഇതിൽ V3 Pro എന്നുള്ള സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. V3 Pro നമുക്ക് സോഫ്റ്റ്വെയറിൻ്റെ പേര് നമ്മൾ പഠിക്കണമെന്നില്ല, ഇതിൽ കൊടുത്തിട്ടുണ്ട്. നോർമലി ഇത് എങ്ങനെ സ്കാൻ ചെയ്താലും നേരിട്ട് നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോവാം. മൊബൈലിൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ മൊബൈൽ സിം ഒന്നും വേണമെന്നില്ല. നമുക്ക് വൈഫൈയിലല്ല, മൊബൈലിന് വെറുതെ ഒരു മൊബൈൽ മതി. നമ്മൾ വൈഫൈ ഓൺ ചെയ്താൽ തന്നെ ഒരു ചെറിയ ഡിസ്റ്റൻസിൽ ഇത് കണക്ട് ആവും. അതേപോലെ വൈഫൈ ഉണ്ടെങ്കിൽ നമുക്ക് മൊബൈൽ ഡാറ്റ വെച്ചിട്ട് നമുക്ക് ലോകത്തിൽ എവിടെ നിന്ന് വേണമെങ്കിലും ലൈവ് കാണാൻ പറ്റും, ഓഡിയോ കേൾക്കാനും പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുപോലെ ഇതിൻ്റെ കൂടെ നല്ലൊരു പൗച്ചുണ്ട്. അതുപോലെ ഒരു സ്റ്റാൻഡും ഉണ്ട്. ഈ സ്റ്റാൻഡ് നമുക്ക് ചുമരിലൊക്കെ അല്ലെങ്കിൽ സീലിങ്ങിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ചുമരിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാം. ഇപ്പോൾ കാറിലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിങ്ങനെ സിമ്പിളാണ്. ഓക്കെ, ഇങ്ങനെ നമുക്ക് കാറിൽ കണക്ഷൻ കൊടുക്കാൻ പറ്റും. അപ്പം നമുക്ക് വണ്ടിൻ്റെ ഫ്രണ്ടിലൊക്കെ നമുക്ക് ഡാഷ്ബോർഡിൽ ഇങ്ങനെ ഫിറ്റ് ചെയ്യാൻ പറ്റും. എവിടെ വേണമെങ്കിലും നമുക്ക് ഫിറ്റ് ചെയ്ത് ഇപ്പോൾ ഇങ്ങനെ ആക്കാനും പറ്റും. പക്ഷേ അതിൻ്റെ റൊട്ടേഷൻ മാറിപ്പോൾ അത് റൊട്ടേഷൻ തിരിച്ചു കൊടുക്കണം. അതുപോലെ ഈ സ്റ്റാൻഡ് ഇതിൻ്റെ ഒരു നല്ലൊരു യൂസിങ്ങാണ്. കാരണം നമുക്ക് സീലിങ്ങിലൊക്കെ ഇങ്ങനെയൊക്കെ വെക്കാൻ പറ്റും. നമുക്ക് ഏത് പൊസിഷനിൽ വേണമെങ്കിലും ഇത് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതിനാണ് ടൈറ്റ് വരുന്നത്. ഇവിടെയാണ് ടൈറ്റ് വരുന്നത്. ഇവിടെ സ്ക്രൂ ചെയ്യാൻ പറ്റും. ആ സ്ക്രൂ ഒക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട്. ഇനിയിപ്പോൾ അതൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് ഒരു ആണിയിൽ ഇങ്ങനെ നമുക്ക് ചുമരിൽ എവിടെയെങ്കിലും കൊളുത്തി വെക്കാൻ പറ്റും. അത്രയും സിമ്പിളാണിത്. എവിടെയെങ്കിലും ഇനിയിപ്പോൾ ഡബിൾ സൈഡ് സ്റ്റിക്കറിലാണെങ്കിൽ അങ്ങനെ ഒട്ടിച്ച് വെക്കാൻ പറ്റും. ഇതിൻ്റെ ബാക്കിൽ റീസെറ്റ് ബട്ടൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട്. സിമ്പിളാണ്. നമ്മൾ മൊബൈലിൽ കണക്ട് ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഷോപ്പിലോ വണ്ടിയിലോ അല്ലെങ്കിൽ വീടിൻ്റെ പുറത്ത് ഇത് നമുക്ക് ഫിറ്റ് ചെയ്താൽ നല്ല രീതിയിൽ നമുക്ക് സിറ്റ് ഔട്ട് ഭാഗത്തൊക്കെ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ രാത്രി എന്തെങ്കിലുമൊക്കെ സൗണ്ടൊക്കെ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങേണ്ട, അകത്ത് നിന്ന് തന്നെ നമുക്ക് നെറ്റ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മൊബൈലിൽ അത് കാണാൻ പറ്റും. പുറത്തുള്ള വിഷ്വൽ നമുക്ക്, പുറത്തുള്ള വീഡിയോ നമുക്ക് ലൈവ് കാണാൻ പറ്റും. അപ്പോൾ രാത്രി കാലങ്ങളിലൊന്നും പുറത്തിറങ്ങേണ്ട, വൈഫൈ വേണ്ട, നെറ്റ് വേണ്ട, മൊബൈൽ മാത്രം മതി, കണക്ട് ചെയ്താൽ മതി. നമുക്ക് എന്തായാലും ഇതിന് ലൈവ് കിട്ടും. പിന്നെ ക്യാമറേൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പോൾ ഹൈ HD ക്വാളിറ്റി തന്നെയാണ്. നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റാണ്, ക്വാളിറ്റി വീഡിയോസുമാണ്. പിന്നെ മറ്റുള്ള ക്യാമറ പോലെയല്ല, ഇതിൻ്റെ വിഷ്വൽസിൻ്റെ ഇതിൻ്റെ ഏരിയ കുറച്ച് മറ്റുള്ള ക്യാമറയേക്കാളും കൂടുതലാണ്. കാരണം
ഇത് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ 360 അല്ലെങ്കിലും ഇതിൻ്റെ ഒരു ഏരിയ കൂടുതലായിട്ട് ഇത് കവർ ചെയ്യും. അതുപോലെ നമുക്ക് ഏത് രീതിയിൽ വെക്കാം. പിന്നെ നമുക്ക് ഇപ്പം വീഡിയോ ചെയ്യുന്നവർക്ക് ഇതുകൊണ്ട് ഒരു വലിയ ഉപകാരമുണ്ട്. കാരണം എന്തെങ്കിലും ബോക്സിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഈ ഒബ്ജക്റ്റിൻ്റെ വീഡിയോസ് എടുക്കാനുള്ള ഒരു കൂടുതലൊക്കെ ഒരു ഉപകാരപ്രദമായ ഒന്നാണിത്. കാരണം പവർ ബാങ്ക് മതിയല്ലോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇതിൽ അലാറം സെറ്റിംഗ്സ് ഉണ്ട്, ഈ കാറ്റലോഗിലൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ മെമ്മറി കാർഡ് 4GB മുതൽ 64 വരെ ഇടാൻ പറ്റും. അപ്പോൾ അതിൻ്റെ യൂസിങ്ങിനനുസരിച്ച് ഒരു മിനിമം ഒരു ദിവസത്തിന് 4GB ആവശ്യമായിട്ട് വരും. HD ആയതുകൊണ്ട് അതിലേറെ വരും. 4GB അല്ല, മിനിമം ഒരു ദിവസത്തിന് 8GB എങ്കിലും വേണം, കാരണം ഇത് HD ആയതുകൊണ്ട്. പിന്നെ നമ്മൾ സോഫ്റ്റ്വെയറിലിട്ട് അതിൻ്റെ ഇത് കുറക്കാൻ പറ്റും, 720ലും അല്ലെങ്കിൽ 1080 അങ്ങനെ ഏതിലേക്ക് വേണമെങ്കിൽ നമുക്കിത് റെഡ്യൂസ് ചെയ്യാനും കൂട്ടാനൊക്കെ പറ്റും. അതുപോലെ ഇതിൻ്റെ മോഷൻ ഡിറ്റക്ടർ, അതായത് നമുക്കിത് മെമ്മറി കാർഡ് ഇനിയിപ്പോൾ അങ്ങനെ ഫുള്ളാവണം, നമുക്ക് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഇതിൻ്റെ മുന്നിൽ നിന്ന് ഇളകുമ്പോൾ മാത്രം മോഷൻ ഡിറ്റക്ടർ ഓണാക്കി കഴിഞ്ഞാൽ നമുക്കത് അത്രയും എന്താണോ ഇതിൻ്റെ മുന്നിൽ ഒബ്ജക്റ്റ് പോകുന്ന ആ ഒരു സിസ്റ്റമൊക്കെ ഇതിലുണ്ട്, എല്ലാം കാറ്റലോഗ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുമില്ലെങ്കിലും നമുക്കിത് കറണ്ടിന് കണക്ട് ചെയ്യുന്നു, മെമ്മറി ഇടുന്നു, റെക്കോർഡ് ആവുന്നു. അത്രേ ഉള്ളൂ ഇതിൻ്റെ ഒരു ഉപയോഗം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.